നമസ്കാരം. സർക്കാർ ഹോമിൽ നിന്നും ഒളിച്ചോടിയ കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. മെഡിക്കൽ കോളേജ് മടത്തുവിള വീട്ടിൽ വിഷ്ണുവിനാണ് 7 വർഷം കഠിന തടവും 65,000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചത്. പിഴത്തുക കുട്ടിക്ക് നൽകണമെന്നും ലീഗൽ സർവീസ് അതോറിറ്റി കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് വിധി. തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയുടേതാണ് ശിക്ഷാവിധി. സർക്കാർ ഹോമിൽ നിന്നും ചാടിപ്പോയ കുട്ടികളെ വിഷ്ണു പോലീസുകാരൻ ചമഞ്ഞ് തട്ടിക്കൊണ്ടുപോവുകയും ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ച ശേഷം കടന്നു കളയുകയുമായിരുന്നു. 15 വയസ്സുള്ള പെൺകുട്ടികളാണ് പീഡനത്തിനിരയായത്. 2022 നവംബർ 5-നാണ് സംഭവം. രാത്രി 7 മണിയോടെ ഹോമിൽ നിന്നും 15 വയസ്സുള്ള 2 പെൺകുട്ടികൾ ഒളിച്ചോടി സുഹൃത്തിനെ കാണാൻ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലെത്തി. അവിടെ വെച്ച് കുട്ടികളെ കണ്ട വിഷ്ണു താൻ പോലീസുകാരനാണെന്നും എന്തിന് ഇവിടെ നിൽക്കുന്നുവെന്നും ചോദിച്ചു വിരട്ടി. ഭയന്നുപോയ കുട്ടികൾ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. കുട്ടികൾ ഓടിയതോടെ ഇയാൾ കുട്ടികളുടെ പിന്നാലെ സ്കൂട്ടറിൽ പന്തി. ഇവരെ പിന്തുടർന്ന് പ്രതി ഭീഷണിപ്പെടുത്തി സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്നാണ് പീഡനം സംഭവിച്ചത്. താൻ പറയുന്നത് ചെയ്താൽ ഹോമിൽ നിന്നും ചാടിയ കേസിൽ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് കുട്ടികളെ നിർബന്ധപൂർവ്വം ലോഡ്ജിൽ മുറിയെടുത്ത് പീഡിപ്പിക്കുകയായിരുന്നു. വഴങ്ങാതിരുന്ന കുട്ടിക്ക് വിവാഹ വാഗ്ദാനം ചെയ്തു എന്നും പരാതിയിലുണ്ട്. അതേസമയം കുട്ടികളെ കാണാതായതിനെ തുടർന്ന് പിറ്റേന്ന് പുലർച്ചെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിച്ചു വരാമെന്ന് പറഞ്ഞ് പ്രതി കുട്ടികളെ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ ഇറക്കി വിട്ടു മുങ്ങി. ഈ സമയം കുട്ടികളെ കാണാതായത് സംബന്ധിച്ച് ഹോം അധികൃതർ പൂജപ്പുര പോലീസിൽ പരാതി നൽകിയിരുന്നു. കുട്ടികൾ എവിടെ പോയി എന്നറിയാതെ മ്യൂസിയത്തിന് സമീപം എത്തിയപ്പോൾ പോലീസ് ഇവരെ കണ്ടെത്തി. തുടർന്ന് മൊഴിയെടുത്തപ്പോഴാണ് പീഡന വിവരം പുറത്തുവന്നത്.